എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞാൻ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ദൈവത്തിൻ്റെ രാജ്യവുമായി, കിങ്ഡവുമായി കണക്ട് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യവുമായി നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ, ദൈവ പ്രസൻസുമായി, ദൈവവുമായി തന്നെ കണക്ട് ചെയ്യുമ്പോൾ, we have some responsibilities. We should take some responsibilities. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നാം ചില ഉത്തരവാദിത്വങ്ങൾ നമ്മൾ എടുക്കണം. ഒന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞേ, ഞാൻ ചില ഉത്തരവാദിത്വങ്ങൾ എടുക്കണം. ഞാൻ ചില ഉത്തരവാദിത്വങ്ങൾ എടുക്കണം. നമ്മൾ വെറുതെ വചനം കേട്ട് പൊട്ടിച്ചിട്ട് പോകാനല്ല, നമ്മൾ വചനം കേട്ട് ധ്യാനിച്ച് അകത്തിറക്കിയിട്ടേ പോകാവുള്ളൂ. എനിക്ക് വേണമെങ്കിൽ കത്തിച്ചു പറഞ്ഞ് ഇപ്പം നിങ്ങളുടെ തലമേൽ ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപിക്കും എന്നൊക്കെ പറയാം. നിങ്ങൾക്കും പ്രയോജനം വേണം, എൻ്റെ ശുശ്രൂഷയിൽ ദൈവപ്രസാദവും വേണം. ഇത് രണ്ടും എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ നിങ്ങൾ വരണം. പറഞ്ഞേ, ഞാൻ ചില റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം. ഞാൻ ചില റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം. നിങ്ങൾ എന്തിന് റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം? നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു പൗരനായതുകൊണ്ടും നിങ്ങളുടെ മേൽ ആ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉള്ളവരാണ്. ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വിലമതിക്കുന്ന ഒരു കൂട്ടവും ആ മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു ലോകവും ഇതേ ഭൂമിയിൽ തന്നെയുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ തന്നെ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന സോൾജിയേഴ്സ് ആയിട്ടുള്ളവരെ കാണുമ്പോൾ, കളക്ടറിനെ കാണുമ്പോൾ, CM-നെ കാണുമ്പോൾ, PM-നെ കാണുമ്പോൾ, പ്രസിഡൻറ്റിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരേ സമയം അവരോടൊരു റെസ്പെക്റ്റും അതേസമയം നമ്മുടെ ഉള്ളിൽ ഒരു ഭയവും വരും. എന്നാൽ അവരെ ഞാൻ പറഞ്ഞ മറ്റൊരു ലോകം ഭയപ്പെടുന്നില്ല. നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കയ്യിലുള്ള ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് മാത്രമല്ല അവരുടെ കയ്യിലുള്ളത്, അവർ സോൾജിയർ ആണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയും കൂടെ അവർക്കുണ്ട്. അതെനിക്ക് കിട്ടത്തില്ല, കാരണം അവരാണ് സോൾജിയർ. അദ്ദേഹം CM ആണെന്നുള്ളൊരു പദവിയും അദ്ദേഹം യാത്ര ചെയ്യുന്ന കാറും എനിക്ക് കിട്ടത്തില്ല, കാരണം അദ്ദേഹമാണ് CM, അദ്ദേഹത്തിനാണ് ആ കാർ പ്രോട്ടോക്കോൾ അനുസരിച്ച്. ഇതുപോലെ ദൈവരാജ്യത്തിൽ വർക്ക് ചെയ്യുന്ന, ദൈവരാജ്യത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്, ഞാൻ കിങ്ഡം ഐഡൻറ്റിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. സോ ഈ ലോകത്തിലുള്ള ചില മനുഷ്യർക്ക് ഇവൻ ഒരു കിങ്ഡത്തിലുള്ളവനാണ്, ഇവൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവനാണ്, റെസ്പെക്റ്റ് ഉണ്ടാവും, സ്നേഹം ഉണ്ടാകും, അക്സെപ്റ്റൻസ് ഉണ്ടാകും. എന്നാൽ മറ്റൊരു ലോകത്തിന് ഞാൻ ഈ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്നെയും എൻ്റെ ഐഡൻറ്റിറ്റിയെയും ഒരു ഭയമായിരിക്കും. ആ ലോകം നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു ഭയം, ഈ ഒരു റെസ്പെക്റ്റ്, ഈ ഒരു സ്റ്റെബിലിറ്റി ഒരു മനുഷ്യനെ കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവന് ദൈവ കാര്യങ്ങളിൽ ഒരു ഗൗരവം ഉണ്ടാകണം. മുഖത്തല്ല ഗൗരവം, ദൈവ കാര്യങ്ങളിൽ ഒരു ഗൗരവം ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ അറിയുമ്പോഴും, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാകുമ്പോഴും, നിങ്ങൾ ഉപവാസം ചെയ്യുന്നവരാകുമ്പോഴും, നിങ്ങൾ ദൈവകാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആരായുന്നവരാകുമ്പോഴും, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നവരാകുമ്പോഴും, ആ ഐഡൻറ്റിറ്റി ഉള്ളവരാകുമ്പോഴും, നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും നിങ്ങൾക്ക് ആ കാര്യങ്ങളിലും ചുമതലകളിലുമുള്ള നിങ്ങളുടെ ഗൗരവം അനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞ മറ്റൊരു ലോകത്തിന് നിങ്ങളോടുള്ള, നിങ്ങളുടെ പ്രാർത്ഥനയോടുള്ള, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയോടുള്ള, നിങ്ങളുടെ അഭിഷേകത്തോടുള്ള ഭയം. എന്നാൽ ഗൗരവം കുറഞ്ഞ ഒരു മനുഷ്യൻ വചനം കേൾക്കുന്നത് അവനൊരു വിഷയമല്ല. ഗൗരവം കുറഞ്ഞ മനുഷ്യൻ ഉപവസിക്കുന്നത് അവൻ്റെ വണ്ണം കുറയാൻ എന്നുള്ള ലെവലിൽ മാത്രമേ ഉള്ളൂ. ഗൗരവം കുറഞ്ഞ ഒരു മനുഷ്യൻ ആരാധനാലയത്തിൽ പോകുന്നതിനെക്കുറിച്ച് സാത്താൻ അവൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്ന പോലുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ഗൗരവമുള്ളവൻ, ആത്മീയ കാര്യങ്ങളിൽ ഗൗരവമുള്ളവൻ,
ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവൻ, ആത്മീയ കാര്യങ്ങളിൽ സത്യസന്ധതയുള്ളവൻ, ആത്മീയ കാര്യങ്ങളിൽ നിശ്ചയദാർഢ്യമുള്ളവൻ, ആത്മീയ കാര്യങ്ങളിൽ നിലപാടുള്ളവൻ, അവൻ്റെ ആരാധനാലയ സന്ദർശനവും അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ഉപവാസവും അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ മെസ്സേജും അവൻ്റെ മുഴങ്കാൽ മടക്കലുമെല്ലാം ഭയപ്പെടുത്തുന്ന മറ്റൊരു ലോകമുണ്ട്. ഇന്ന് എഫദൈൻ ജീസസ് മിനിസ്ട്രീസിലായിരിക്കുന്ന ഓരോ ദൈവ മക്കളുടെ മേലും ഞാൻ ഈ വാക്ക് കൈമാറുകയാണ്. ഇന്നു മുതൽ, ഈ ഡേറ്റ് മുതൽ നിങ്ങളുടെ സ്റ്റാൻഡിലും സ്റ്റെബിലിറ്റിയിലും ഹോളി സ്പിരിറ്റ് വലിയ ഒരു മാറ്റം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അങ്ങനെയുള്ള ചിലരെ ഇതിനകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ശുഷ്കാന്തിയുള്ള ചിലരെ, സത്യസന്ധരായ ചിലരെ, ആത്മീയ കാര്യങ്ങളിൽ ഗൗരവമുള്ള ചിലരെ, ആത്മീയ കാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തുന്ന ചിലരെ, നിലപാടുകളുള്ള ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഈ സൂമിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന ഒരു വലിയ ആഗ്രഹം, പ്രാർത്ഥന എനിക്കുണ്ട്. ആമേൻ. അങ്ങനെ ദൈവകാര്യത്തിൽ ഗൗരവമുള്ള രണ്ടുപേരെ നമുക്ക് കാണാം. ഒരാൾ ദാവീദാണ്, രണ്ടാമത്തെ ആള് നാഥാനാണ്. അത് മാത്രം പറഞ്ഞ് ഞാനങ്ങ് നിർത്താൻ പോവാ. ദാവീദ് ദൈവകാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ശുഷ്കാന്തിയും ഗൗരവവും ആ മനുഷ്യൻ മണ്ണിൽ പൂഴ്ത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് ഇതിനകത്ത് ദാവീദുമാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കവരെ വേണം. എന്നാൽ നാഥാനെ അത്ര വേണ്ടത്ര പരിചയമില്ലാത്തവർ ഇതിനകത്തുണ്ട്. എനിക്കവരെയും വേണം. നാഥാൻ ഒരു പ്രവാചകനാ, ദാവീദ് ഒരു രാജാവാ. എന്നാൽ ദാവീദ് ജനിച്ചത് രാജാവായിട്ടല്ല. ദാവീദ് ജനിച്ചതൊരു സാധാരണ മനുഷ്യനായിട്ടാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവകാര്യങ്ങളിലും ദൈവത്തോടുമുള്ള ഗൗരവം കൊണ്ടാണ് ആ മനുഷ്യനെ ദൈവം ഉയർത്തിയത്. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി PSC ടെസ്റ്റ് എഴുതിയിട്ടാണോ ആ മനുഷ്യൻ രാജാവായത്? അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടാണോ രാജാവായത്? മുദ്രാവാക്യം വിളിച്ചിട്ടാണോ രാജാവായത്? അല്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷൻ വേണമെങ്കിൽ നമ്മൾ പാർട്ടി പ്രവർത്തനത്തിനകത്തൊക്കെ നിന്ന് ചില എക്സ്പീരിയൻസ് ഒക്കെ നേടി തഴക്കവും പഴക്കവും ഒക്കെ വന്ന് മെല്ലെയാണ് കയറി മേലോട്ട് പോകുന്നത്. എന്നാൽ ഇതിനൊന്നും പോകാത്തൊരു ദാവീദിനെ എങ്ങനെ ദൈവം ഉയർത്തി? കമോൺ, എൻ്റെ കൂടെ ഒന്ന് കണക്റ്റ് ആയേ. എങ്ങനെ ദാവീദിനെ രാജാവാക്കി? എന്ത് ആ മനുഷ്യൻ എങ്ങനെ രാജാവായി? ഇതെല്ലാം നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ദൂത് പറയാം. നിങ്ങൾക്കൊരു ഉയർച്ച ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ തലമുറകൾക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന സഹശുശ്രൂഷകർ ഉയർന്നു വരണം. യഥാർത്ഥ എൻ്റെ ഒപ്പത്തിനൊപ്പം അല്ല, എന്നേക്കാൾ ഉയരണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും കൈത്താങ്ങുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ആരുയരണമെങ്കിലും, അത് നമ്മൾ ഉയരണമെങ്കിലും, നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഉയരണമെങ്കിലും, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ ഉയരണമെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്നവർ ഉയരണമെങ്കിലും എല്ലാം വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് ദൈവകാര്യത്തിലുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ഗൗരവവുമാണ്. ഒന്ന് പറഞ്ഞു, ഇന്നു മുതൽ എനിക്ക് എൻ്റെ ദൈവകാര്യങ്ങളിൽ, അതെനിക്ക് പാസ്റ്ററെ ബോധ്യപ്പെടുത്താനല്ല, അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല, സഭയെ ബോധ്യപ്പെടുത്താനല്ല, എൻ്റെ മനസ്സാക്ഷിയുടെ മുൻപിൽ ഞാൻ കുറ്റക്കാരനാകാതിരിക്കാൻ ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നതിനെ ബോധ്യമുള്ളവനായിട്ടും ആ ആത്മീക കാര്യങ്ങളിൽ ശുഷ്കാന്തിയും ഉത്തരവാദിത്വമുള്ളവനായും ഞാൻ ഇന്നു മുതൽ മാറും. അവരൊക്കെ ഒന്ന് ഉയരണമെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, നമ്മൾ കൈത്താങ്ങുന്നവർ, നമ്മൾ പിന്താങ്ങുന്നവർ, നമ്മൾ വളർത്തുന്നവർ ഒന്ന് വളരണമെങ്കിൽ, അവർ ദൈവകാര്യങ്ങളിൽ ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ, അവരുടെ ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അവർ ഫലം കായ്ക്കണമെങ്കിൽ, അവരെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ, അവരെ മനുഷ്യർക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റണമെങ്കിൽ ജീവിതത്തിൽ കൈവിട്ടുകൂടാത്ത ഒന്നാണ് കാര്യഗൗരവം എന്നത്. പലർക്കും കാര്യം കാണാൻ ഇഷ്ടമാണ്, പക്ഷെ കാര്യഗൗരവം നഷ്ടപ്പെട്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്നൊന്ന് തിരിച്ചു പിടിച്ചേ. ഈ 2026 നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചു പിടിച്ചേ പറ്റൂ. കാര്യഗൗരവമുള്ളവരായിരിക്കണം. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾക്കകത്തൊക്കെ വിശ്വസ്തതയും ഉത്തരവാദിത്വവും സത്യസന്ധതയും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും ദൈവം ചർച്ച അല്ല ഏൽപ്പിച്ചേക്കുന്നത്, എല്ലാവരെയും ദൈവം മിനിസ്ട്രി അല്ല ഏൽപ്പിച്ചേക്കുന്നത്, എല്ലാവരെയും ദൈവം പാസ്റ്റർ അല്ല ആക്കിയേക്കുന്നത്, എല്ലാവരെയും ദൈവം പാസ്റ്റർ ഭാര്യ അല്ല ആക്കിയേക്കുന്നത്. എന്നാൽ ദൈവം നിങ്ങളെ എന്തൊക്കെയോ ആക്കിയിരിക്കുന്നു, ദൈവം നിങ്ങളെ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ ഉള്ളവരാക്കിയിരിക്കുന്നു, ദൈവം നിങ്ങളെ എന്തൊക്കെയോ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് പിതാവേ, ഇന്നു മുതൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു വിശ്വസ്തതയും കാര്യഗൗരവവും ശുഷ്കാന്തിയും, അതെത്ര ചെറിയ കാര്യമാണേലും എത്ര വലിയ കാര്യമാണേലും എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ചിലതൊക്കെ നിങ്ങളിൽ റീ ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് ഏൽപ്പിച്ച ആടുകളിൽ വിശ്വസ്തനായിരുന്നു. അപ്പൻ്റെ ആടുകളെയൊക്കെ മേയ്ക്കാൻ കാട്ടിക്കൊണ്ടുപോയി വനവാസം നടത്തിയ കാലത്തൊക്കെ ആടുകളിൽ വിശ്വസ്തനായിരുന്നു. കാരണം ആടിനെ പിടിക്കാൻ വന്നപ്പോഴാണ് സിംഹത്തെയും കരടിയും വലിച്ചു കയറിയത്. എന്നാൽ അവിടെ നിന്ന് ദൈവം ഒന്ന് അനോയിന്റ് ചെയ്ത് രാജസ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ഇനി വരണം കേട്ടോ, നല്ല വിശ്വസ്തനായിരുന്നു, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന മനുഷ്യനൊക്കെ ആയിരുന്നു, ഉപവസിക്കുന്ന മനുഷ്യനൊക്കെ ആയിരുന്നു, ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന മനുഷ്യനൊക്കെ ആയിരുന്നു, വേണ്ടാത്ത പരിപാടിക്ക് ഒന്നും പോകാത്ത മനുഷ്യനായിരുന്നു, രാജ്യകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു, കൈയിട്ട് വരുന്ന പരിപാടിയോ ഒന്നുമില്ല. എന്നാൽ ഒരു കാര്യം, ഒരു വീഴ്ച, ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റി. അത് ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എന്നിട്ട് എൻ്റെ കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ചേട്ടാ, ഒരു തെറ്റ് ഒരു വലിയ പദവി തന്നെ നഷ്ടമാക്കുന്ന, അല്ല, ഒരു തെറ്റ് ചെയ്തിട്ട് അത് ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും മറച്ചു വെച്ചതുകൊണ്ട്, പൂഴ്ത്തിക്കളഞ്ഞതുകൊണ്ട്, നിയമപരമായി അല്ല തൻ്റെ കൈകളിലേക്ക് വരേണ്ടുന്ന ഒരു നന്മ വരികയില്ല എന്നും നീ അതിനെ കാണുകയില്ല എന്നും ഒരു ദൈവശാപം വരെ ദാവീദിന്റെ മേൽ വരണമെന്നുണ്ടെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് എന്തായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അത് തെറ്റ് ചെയ്തതല്ല, ചെയ്ത തെറ്റ് ദൈവസന്നിധിയിൽ മറച്ചു വെച്ചതാണ്. ഈ ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു: ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. നമ്മളെ ഈ ലോകത്തിലോട്ട് വലിച്ചോണ്ട് പോകുന്ന, നമ്മളെ ചില കാര്യങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സുന്ദരിമാരും സുന്ദരന്മാരും വസ്തുക്കളും ഇടങ്ങളും സ്ഥലങ്ങളും സമയവും സാഹചര്യവും എല്ലാം നിനക്കൊരു വിൻഡോയിലൂടെ കണ്ടാസ്വദിക്കത്തക്ക രീതിയിൽ നിന്റെ മുന്നിൽ കൊണ്ട് പ്രദർശിപ്പിക്കുക എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2-ാമത്തെ ലോകത്തിൻ്റെ ഉദ്ദേശം. ഈ മെസ്സേജ് വേണ്ടവർ മാത്രം എടുത്താൽ മതി. എന്നാൽ ഈ മെസ്സേജ് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും വിൻഡോയിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നു എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എൻ്റെ കൂടെ നിങ്ങൾ ചിന്തിക്കണേ, എൻ്റെ കൂടെ സ്പിരിറ്റിൽ നിങ്ങൾ ചിന്തിക്കണേ. കാരണം ഇതിനകത്തൊരു വലിയ മർമ്മം കിടപ്പുണ്ട്. ഞാനിത് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിവിടെ ഇരുന്ന് ധ്യാനിക്കും, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടത് ഞാൻ എടുക്കും. ആമേൻ. ശ്രദ്ധിക്കുക. അല്ല, ഞാൻ ചിന്തിച്ചത് ഒരു ബ്ലെസ്സിങ്, നമ്മളെല്ലാവരും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്, ഞാൻ അടക്കമുള്ളവർ. അപ്പോൾ ഒരു ബ്ലെസ്സിങ് കയ്യിലേക്ക് വരാതെ തടയപ്പെടുന്നുണ്ടെങ്കിൽ, തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാത്തിനും ചെകുത്താനെ കുറ്റം പിടിക്കുന്നവരാണ്, നമ്മൾ ചെകുത്താനെതിരെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദൈവം തന്നെ ചിലത് ബ്ലോക്ക് ചെയ്തു വെക്കുന്ന സംഗതികൾ ഒരുപാട് ഭാഗത്തിൽ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിച്ചിട്ടുള്ളവരാണ് എന്ന് നമ്മൾ ഗ്രഹിക്കാറില്ല. ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ സമൂഹത്തിലെ പൊസിഷനും സ്പിരിച്വൽ പൊസിഷനും ആഗ്രഹിക്കാത്ത ഒരു ലോകം അന്നും ഉണ്ടായിരുന്നു. ഇനി എന്നിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ന മനുഷ്യന്റെ സമൂഹത്തിലെ പൊസിഷനും
കുടുംബത്തിലുള്ള നിങ്ങളുടെ മഹിമയും പേരും സ്ഥാനവും മാനവും നിങ്ങൾ ചെയ്യുന്ന ജോലിയും നിങ്ങൾ ഇരിക്കുന്ന ആ ഒഫീഷ്യൽ പൊസിഷനൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു മാനുഷിക ലോകവും പൈശാചിക ലോകവും ദാവീദിന്റെ കാലത്തിൽ എന്ന പോലെ ഇന്നുമുണ്ട്. എന്നാൽ ഒരു കാലം വരെ താൻ രാജ്യം ഭരിച്ചും യുദ്ധത്തിൽ ജയിച്ചും പല മാനസിക തകർച്ചകൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ട് പിടിച്ചു നിന്നും കരകയറിയും ഒക്കെ താൻ ആ രാജ്യം പിടിച്ച് സമാധാനത്തോടെ നിർത്തിയിരുന്നതിൻ്റെ കാരണം ആയോധന കലകളിലെ അഭ്യാസമോ അഭ്യാസമുറകളിലുള്ള തൻ്റെ മെയ്വഴക്കമോ ആയുധ ശേഖരത്തിലുള്ള തൻ്റെ മഹത്വമോ തൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ബറ്റാലിയനോ ഒന്നും ആയിരുന്നില്ല. ദിവസവും ദൈവസന്നിധിയിൽ 3 നേരവും 4 നേരവും 5 നേരവും ഒക്കെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന തൻ്റെ ഒരു ശീലം കൊണ്ടായിരുന്നു എല്ലാം പിടിച്ചു നിർത്തിയിരുന്നത്. എനിക്കും പറയാൻ പറ്റും അങ്ങനെ, നിങ്ങൾക്കും പറയാൻ പറ്റും അങ്ങനെ. നമ്മളിവിടെ വീടിന് ചുറ്റും ഗൂർക്കയെ നിർത്തിയിട്ടും സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തിയിട്ടും ഒന്നുമല്ല നമ്മുടെ കയ്യിൽ ഇന്നുള്ളതിനെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും നിങ്ങളടക്കമുള്ളവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും നമ്മൾ കെയർ ചെയ്ത് പോകുന്നതും നമ്മൾ സംരക്ഷിക്കപ്പെടുന്നതും നമ്മളിവിടെ ആരെയും ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടല്ല. നമ്മൾ ദൈവസന്നിധിയിലൊക്കെ കൊടുക്കുന്ന ചില വിലകൾ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവനാമത്തിലൊക്കെ നമ്മൾ എന്തൊക്കെയോ ദൈവസ്നേഹത്തെ പ്രതി നാം ദൈവപ്രസാദത്തിനൊത്തവണ്ണം നമ്മൾ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും നമ്മൾ ദൈവമേ എന്നുള്ളൊരു വിചാരത്തിൽ ജീവിക്കുന്നത് കൊണ്ടുമാണ് ഇതൊക്കെ സാത്താൻ അടിച്ചോണ്ട് പോകാമായിരുന്നിട്ടും അടിച്ചോണ്ട് പോകാൻ വിടാതെ ദൈവം വലിയ സംരക്ഷണം തന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരുന്നു ദാവീദും തൻ്റെ രാജ്യത്തെ നിർത്തിയിരുന്നത് ഞാൻ സ്പിരിറ്റിൽ വീക്ഷിക്കുമ്പോൾ. എന്നാൽ ആ മനുഷ്യന് പെട്ടെന്നൊരു വീഴ്ച ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അത് തൻ്റെ സഹപ്രവർത്തകനായിരുന്ന മനുഷ്യന്റെ ഭാര്യ കുളിക്കുന്നത് കണ്ടതും ആ സ്ത്രീയുമായി ഒരിക്കലും പാടില്ലാത്ത രീതിയിലുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിലേക്ക് ആ മനുഷ്യൻ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ വീണതുമാണ്. എന്നാൽ ഇവിടം കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ദൈവസന്നിധിയിൽ അനുഭവിച്ചൊരു ഭയങ്കര ഡ്രൈനെസ് ഉണ്ട്. അത് നാഥാൻ പ്രവാചകനാണ് അതിൻ്റെ പിന്നിൽ. ഇനി എന്നെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവകാര്യങ്ങളിൽ ഗൗരവമുള്ള ഒരു വ്യക്തിക്ക് തെറ്റ് പറ്റത്തില്ലെന്നല്ല, ദൈവകാര്യങ്ങളിൽ ഗൗരവമുള്ള ഒരു മനുഷ്യൻ വീണുപോകത്തില്ലെന്നല്ല, ദൈവകാര്യത്തിൽ ഗൗരവമുള്ള ഒരു മനുഷ്യൻ, സത്യസന്ധതയോടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന ഒരു മനുഷ്യന് ഒരു വീഴ്ചയും സംഭവിക്കത്തില്ലെന്നല്ല. പക്ഷേ വീഴ്ചകൾ തിരിച്ചറിയാത്തതാണ് വലിയ അധപ്പതനത്തിന് കാരണമാകുന്നത്. വീഴ്ചയ്ക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ജാലകങ്ങൾ അത് നിന്നെ നന്മ കാണിക്കാനല്ല, അത് തിന്മയിലേക്ക് തള്ളിയിടാനുള്ള വാതിലാണെന്ന് ഗ്രഹിക്കാത്ത ഇടത്താണ് വലിയ ആത്മീയ തകർച്ചകളും അഭിഷേക ചോർച്ചകളും സംഭവിക്കുന്നത്. 13 താഴേക്ക് വായിച്ച് ഒത്തിരി സമയം പോകുമെന്നുള്ളത് കൊണ്ട് നേരെ നിങ്ങളെ ഞാൻ ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം തന്നെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചാലേ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടത്തുള്ളൂ. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. ശ്രദ്ധിക്കുക, യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ദാവീദിനോട് ദൈവത്തിനുള്ള എന്തോ ഒരു മനസ്സലിവാണ് നാഥാൻ എന്നൊരു പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ അയച്ചത്. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പലവട്ടം ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ അകന്നുപോയിട്ടും, പലവട്ടം ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോയിട്ടും, ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളിലും ചെയ്ത സത്യങ്ങളിലും എടുത്ത നിലപാടുകളിലും നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടും, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് എത്ര വിദൂരത്തിൽ പോയി എന്നുള്ള ഒരു അളവുകോൽ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കെ ഇതുപോലെ പല നാഥാൻ പ്രവാചകന്മാരെ ദൈവം തമ്പുരാൻ നിങ്ങളുടെ അരികിൽ അയച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്ന മനുഷ്യനെ തള്ളിക്കളയാനല്ല, നിങ്ങളെന്ന മനുഷ്യനെ തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകലുന്ന സമയം നമ്മുടെ വിചാരം ദൈവത്തിന് ഒരാളെ നഷ്ടമായി. അല്ല, നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. കാരണം എപ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നോ ആ സമയം വരെയുള്ള സുരക്ഷിതത്വവും അനുഗ്രഹവും അഭിഷേകവും വിടുതലും ജയവും അധികാരവും മാത്രമേ നമ്മുടെയൊക്കെ കൈവശമുള്ളൂ. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന
ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആൾ കുറച്ച് ദിവസം ചില കാര്യങ്ങൾക്കകത്ത് സഫർ ചെയ്യുന്നു. അന്നേരം ഞാൻ ആ വിഷയം അങ്ങ് ഏറ്റെടുത്തു. ഒത്തിരി നാളുകൊണ്ട് എന്നോട് പറയുന്നു, പക്ഷെ ഞാൻ ഇന്നലെ ആ വിഷയം അങ്ങ് ഏറ്റെടുത്തു. കാരണം കേസ് ഇച്ചിരി വേഴ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ആ കേസ് ഇന്നലെ ഏറ്റെടുത്തു. സത്യത്തിൽ ഞാൻ ഇന്നലെ വൈകുന്നേരം, അതുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിന് ലൈവ് വെക്കാത്തത്. എനിക്ക് ആ വിഷയം പ്രാർത്ഥിക്കണമായിരുന്നു. ഞാൻ ആ വിഷയം ഏറ്റെടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. ദൈവസന്നിധി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അപ്പാ എനിക്കിതിൻ്റെ അകത്ത് എനിക്കൊരു മറുപടി തരണം, എനിക്കിതിൻ്റെ റീസൺ അറിയണം. അധികം സമയമൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ലൈവ് വെക്കാമായിരുന്നു. കാരണം ഞാൻ വാ തുറന്നേരം കർത്താവ് എന്നോട് കാര്യം പറഞ്ഞു, എടാ എൻ്റെ സാന്നിധ്യം അയാളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. എനിക്ക് ദൈവം ഒരു വേർഡ് തന്നു. വേർഡ് എന്ന് വെച്ചാൽ ദൈവം ഒരു പദം തന്നു, ആത്മഭാഷ. ബൈബിളിലില്ലാത്ത ആത്മഭാഷ. അത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ആ സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ അർത്ഥം അന്വേഷിച്ച് ഞാൻ പോയ സമയം കണ്ടത്, ദൈവം വിട്ട ഒരു മനുഷ്യൻ, ദൈവ സാന്നിധ്യം അകന്ന് നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കേണ്ട ഇടത്ത് ദൈവമില്ലാത്ത ഒരവസ്ഥ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം കൈവിട്ട അവസ്ഥ, സ്പിരിച്വൽ ഡ്രൈനെസ് ആയ അവസ്ഥ. അങ്ങനെ കുറേ അർത്ഥങ്ങൾ ആ ഒരു വാക്ക്, ദൈവം എനിക്ക് തന്ന ഒരു ആത്മഭാഷയ്ക്കുണ്ട്. ഞാൻ നേരെ ഇതുമായിട്ട് ആളുടെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞടാ, ഇതാണ് അവസ്ഥ. എൻ്റെ ഫേസൊക്കെ അങ്ങ് മാറി. കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫേസ് മാറി, എൻ്റെ ഇമോഷൻ ലെവൽ വല്ലാതായി. കാരണം എനിക്ക് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞടാ, എനിക്ക് ദൈവം തന്ന വേർഡാണിത്, എന്തുവാ നിൻ്റെ മറുപടി എന്ന് പറഞ്ഞു. ആളെന്നോട് ഓപ്പണായി. ഞാൻ കുറച്ച് നാളുകൊണ്ട് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ്. ഇത് എൻ്റെ ഉള്ളിൽ, അത് ആത്മാവാണോ ദൈവമാണോ അതോ എൻ്റെ മനസാക്ഷിയാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരുപാട് ഏതാണ്ട് ഒരു മാസം കൊണ്ട് പറയുന്നു, നീ ദൈവഭാഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, നീ ലോകപ്രകാരമാണ്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നിന്നിലിപ്പോൾ ദൈവം ഇല്ല, നീ പ്രാർത്ഥിക്കാത്ത എന്താ, ഒരുപാട് ഇങ്ങനെ എൻ്റെ അകത്ത് സംസാരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഞാനത് നിന്നോട് ഷെയർ ചെയ്യാത്തതാണ് എന്ന് പറഞ്ഞു. ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ദൈവം പറഞ്ഞത് വെറുതെ അല്ല, എനിക്ക് വെറുതെ ഏതോ ഒരു വാക്ക് എവിടുന്നോ പൊട്ടി വീണതല്ല, ദൈവം എന്നോട് പറഞ്ഞത് കള്ളമല്ല, ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല, ദൈവം അവനോട് സംസാരിച്ചതും വെറുതെ അല്ല. ഗൗരവം ഭയങ്കരമായിരിക്കണം. ആത്മീയ കാര്യം നമുക്ക് തോന്നുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ ഒത്തു പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞ പോലെ ഒത്തു. ഇല്ല മക്കളെ, ദൈവകാര്യം കളിയല്ല. നമ്മൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുൻകൈ എടുക്കുന്നത് വെറുതെ അല്ല. ഇത് കുട്ടിക്കളിയല്ല, ഇത് കുട്ടിയും കോലും കളിയും അല്ല. നിങ്ങൾ എത്രത്തോളം, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ളവരാണ്, ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിനകത്ത് ഈ മെസ്സേജ് കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതൊരു മെസ്സേജ് പറയുന്ന കളി, ഇതൊരു പ്രാർത്ഥിക്കുന്ന കളി, ഇതാർക്കും മനസ്സിലാകാത്ത അന്യഭാഷ 2 വാക്ക് പറയുന്നൊരു കളി, അയ്യോ അങ്ങനെ കണ്ടാൽ നിങ്ങൾ അങ്ങനെ കണ്ടോ. പക്ഷേ ഞാൻ വളരെ, പ്രത്യേകിച്ച് ഇന്നലത്തേക്ക് ശേഷം ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. അല്ലേ തന്നെ എനിക്ക് ഭയമാണ്. എനിക്ക് ഭയമാണ്. കാരണം എനിക്ക് നല്ല താക്കീത് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആത്മീയ കാര്യങ്ങളിൽ പിള്ള കളിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ല താക്കീത്, എന്നെ കർത്താവ് തല്ലിയിട്ടില്ല, എന്നെ കർത്താവ് കൊല്ലൂ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നെ പറഞ്ഞു, നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. ഉയ്യോ, പിന്നെ എന്തോ വേണം, എന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു ദൈവം. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഒരു പരിധി വരെ ദൈവം മേയിച്ചുകൊണ്ട് നടക്കാൻ നോക്കും, പിന്നെയും നിൽക്കത്തില്ല. വഴുതാൻ വേണ്ടി എണ്ണയും തേച്ചുകൊണ്ട് നിൽക്കുന്നവനെ കർത്താവ് അങ്ങ് വഴുതിച്ച് കളയും, ഉമിഴ്ന്ന് കളയുമെന്നല്ലേ പറയുന്നേ. ഒരു പരിധി വരെയൊക്കെ ദാവീദേ നിന്റെ അടുത്ത് നാഥാനെയൊക്കെ വിടും, നാഥാനേക്കാൾ വലിയ രാജാവാ ഞാനെന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്റെ വാളും പിടിച്ചുകൊണ്ടിരിക്കും, പിന്നെന്തോ ചെയ്യാൻ നോക്കും. ഹല്ലേലൂയ. രാജാവും രാജസ്ഥാനമൊക്കെ അധികാരമൊക്കെ ദൈവം തരുന്നതെന്നും ബോധം ദാവീദിനുള്ളത് കൊണ്ടാ നേരെ ചെന്ന് മുട്ടുമടക്കി വീണത് നാഥാന്റെ പ്രവചനത്തിന് ശേഷം. ഈ പ്രവചനവും ഈ ദൂതും ഈ അനുഭവവും ഒക്കെ ഇന്നത്തെ ദിവസം വെറുതെ ഒന്നും നിങ്ങളുടെ കാതിലെത്തത്തില്ലെന്ന് പറയുന്ന എനിക്ക് സ്പിരിറ്റിൽ നല്ല ബോധമുണ്ട്. ഇതിനകത്ത് ആരെയൊക്കെയോ കർത്താവ് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്, ആരെയൊക്കെയോ ദൈവം റീവൈൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, നന്നായിട്ട് ദൈവം റീവൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളെ ദൈവത്തിന് വേണ്ടെങ്കിൽ ഇത് റീവൈൻഡ് ചെയ്തെടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, നിങ്ങളെ ദൈവത്തിന് വേണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ റീവൈൻഡ് ചെയ്തെടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്ന ആത്മീയ കാര്യത്തിൽ ഗൗരവമുള്ളവരാകുക.
ദാവീദ് പദവി വെച്ച് തൻ്റെ കൂടെ നിന്ന ഊരിയാവിനെ അങ്ങ് കൊല്ലിച്ചു. എന്നിട്ട് ആ ഭാര്യയെ ഇങ്ങോട്ടേക്ക് എടുത്തു, അവളുമായി പാപം ചെയ്തു. ഒരു കുഞ്ഞ് വരാൻ സമയമായപ്പോൾ നാഥാനെ ദാവീദിൻ്റെ അടുത്ത് അയച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവഹിതമില്ലാത്തത് നമ്മുടെ കയ്യിലേക്ക് വരത്തില്ല. ഇതൊരു പ്രൊഫസിയാണ്. ദൈവഹിതമില്ലാത്ത സമ്പത്ത്, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമില്ലാത്തതാകുന്ന മറ്റ് കണക്ഷൻസ്, ദൈവഹിതമില്ലാത്ത ജോലി, ദൈവഹിതമല്ലാത്ത സ്ഥലങ്ങൾ, ദൈവഹിതമല്ലാത്ത സീറ്റ്, എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര, ദൈവഹിതമില്ലാത്തത് നമ്മുടെ കയ്യിൽ വരില്ല. അത് നമ്മുടെ കയ്യിൽ വരരുത്. വന്നാൽ ഉള്ളതും കൂടെ പോകും. ബൈബിളിൽ വേറൊരു വചനം കിടപ്പുണ്ട്. ഒന്നല്ല അല്പമേ വേണ്ടൂ എന്നാണ് പറയുന്നത് ബൈബിളിൽ. ഒന്നല്ല അല്പമേ, ദൈവഹിതമുള്ള ഒന്ന് നമുക്ക് വേണ്ട, ദൈവഹിതമുള്ള അല്പം മതി. ഞാനിതിങ്ങനെ പറയേണ്ട മെസ്സേജ് വേണമെങ്കിൽ എനിക്ക് കത്തിച്ച് പറയാം, നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ അങ്ങ് ആക്റ്റീവ് ആവും. പക്ഷെ വേണ്ട, ഈ മെസ്സേജ് ഞാൻ മനസ്സിലാക്കുന്നു, ഈ മെസ്സേജ് അങ്ങനെ തന്നെ ചിന്തിക്കാനുള്ളവർക്കുള്ളതാണ്. ഈ മെസ്സേജ് അങ്ങനെ തന്നെ ചിന്തിക്കാനുള്ളവർക്കുള്ളതാണ്. ചിലതൊക്കെ കിട്ടാത്തതിൽ നീ വേദനിച്ചിരിക്കുകയാണെങ്കിൽ രണ്ട് കാര്യമുണ്ട് ദൈവമക്കളെ. ഒന്ന്, നമ്മളും ദൈവവുമായിട്ടുള്ള സഹകരണമില്ലായ്മയിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കറക്റ്റാകണം, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കറക്റ്റാകണം. ദൈവമക്കളുടെ ജീവിതത്തിലൊക്കെ അനീതി നടക്കുന്നതിൽ ദൈവത്തിന് വലിയ സങ്കടമാണ്. ദൈവമക്കളായിരിക്കെ നമ്മിൽ നിന്നൊരു അനീതി നടക്കുക, നമ്മൾ ചില കാര്യങ്ങളിൽ കറക്റ്റ് അല്ലാതിരിക്കുക എന്നൊക്കെ പറയും ദൈവത്തിന് വലിയ വേദനയുള്ള കാര്യമാണ്. അപ്പോൾ ലീഗലി നമ്മുടെ അനുഗ്രഹങ്ങളെ ദൈവം ബ്ലോക്ക് ചെയ്യും. രണ്ട്, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിലൂടെ വഴികളിലൂടെയൊക്കെ നമ്മൾ ചില ലാഭത്തിന് വേണ്ടി, നമ്മൾ ചില അച്ചീവ്മെൻറ്റിന് വേണ്ടി ദൈവഹിതമില്ലാത്ത വഴികളിലൂടെയൊക്കെ തപ്പി പിടിച്ച് മാന്തി പുറകി ചെന്ന് വലിഞ്ഞു കയറിയൊക്കെ ചെന്ന് നമ്മൾ നേടി എന്ന് പറഞ്ഞുകൊണ്ട് നീക്കി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാം ചീട്ട് കൊട്ടാരം പോലെ താഴെ പോകും. എന്നാൽ ദൈവഹിതമുള്ള കാര്യത്തിൽ അല്പ പെയിൻഫുൾ ആയിട്ടാണ് അത് അച്ചീവ് ചെയ്താലും അതിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഹോ ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. നമുക്ക് ദൈവഹിതമുള്ള കാര്യത്തിന് നമുക്കൊരു 10,000 രൂപ നമുക്ക് അധികമായാൽ 10,000 രൂപ അധികമാകുമായിരിക്കും. എന്നാൽ ദൈവഹിതമില്ലാത്ത കാര്യത്തിലൂടെ നമ്മൾ ചെന്നൊരു 10,000 രൂപ നമ്മൾ ലാഭിച്ചു, അയ്യോ നമുക്ക് 1,00,000 നമുക്ക് നഷ്ടമാണ്. കാരണം നമ്മൾ ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ നമ്മൾ പോയി ആ സാധനം ലാഭിച്ചെടുത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം നീ ഈ 10,000 രൂപയും കൂടെ നീ ചെലവാക്കി ദൈവഹിതപ്രകാരം നേർവഴിയിലൂടെ നീ അക്കരെ കടക്കണം. എന്നാൽ നമ്മൾ ഊടുവഴിയിലൂടെയൊക്കെ വളഞ്ഞു പിടിച്ച് ആരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മൾ ആ 10,000 രൂപയും കൂടെ ലാഭിച്ച് ദൈവഹിതമില്ലാത്ത സ്പോട്ടിലൂടെ നമ്മൾ പോയി ചെന്ന് 1,00,000 രൂപ നഷ്ടമാക്കി വെക്കുന്നതാണോ നല്ലത്? ദൈവഹിതത്തോടുകൂടെ ആ 10,000 രൂപ ചെലവാക്കി അല്ലെങ്കിൽ 10,000 രൂപ ഏത് രീതിയിലാണോ ആ രീതി നമ്മൾ മുമ്പോട്ട് പോകുന്നതാണോ നല്ലത്? ദൈവഹിതമില്ലാത്തതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നോക്കിയേ അവനോട് പറഞ്ഞത് ഒരു ഉപമ പറയുക. നാഥാൻ പ്രവചിക്കുക, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ആരാ ഇത്? ധനവാൻ ദാവീദാണ്, ദരിദ്രൻ ഊരിയാവാണ്. ശ്രദ്ധിക്കുക, ധനവാൻ ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ, വില കൊടുത്തതാ. ഊരിയാവ് ബത്ശേബയ്ക്ക് വേണ്ടി വില കൊടുത്തതാ, തൻ്റെ സ്വന്തമാക്കിയതാ. സ്വന്തമാക്കാൻ ആ മനുഷ്യനൊരു വില കൊടുത്തു. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈ പ്രാപിച്ചതൊക്കെ നമ്മൾ വെറുതെ തന്നതല്ല, നമ്മൾ ഇതിനൊക്കെ ഒരു വില മുടക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് തന്നെ പറഞ്ഞു, നമുക്ക് ദൈവം എല്ലാം സൗജന്യമായി തന്നു എന്ന് അത് സത്യം തന്നെയാണ്. അഭിഷേകമൊക്കെ സൗജന്യമായിട്ടാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മുടക്കിയൊരു വിലയുണ്ട് ഈ ഭൂമിയിൽ. നമ്മൾ അതിനുവേണ്ടി സമയം നമ്മൾ ചെലവഴിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികമായി ചിലത് സഹായിച്ചു, അതിലൂടെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. നമ്മൾ പലരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, അതിലൂടെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. നമ്മൾ അതിനുവേണ്ടി ഫാസ്റ്റ്, ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ വില മുടക്കിയതാണ്. അപ്പോൾ വില മുടക്കി നമ്മൾ വെച്ചേക്കുന്നതിനെ
തട്ടിയെടുക്കാൻ എപ്പോഴും ദാവീദിന്റെ കാലത്തിലുണ്ട്, ഇന്നത്തെ കാലത്തിലുണ്ട്. ശ്രദ്ധിച്ചു. അപ്പം ദരിദ്രൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെപ്പോലെയുമായിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്? ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം പോകും. എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവാണ്. ദാവീദ് ആരെ വിളിച്ചാലും ദാവീദിന്റെ മുന്നിൽ വന്നെത്തും. പക്ഷേ അതിലേക്കൊന്നും നോക്കാതെ, അവകാശമുള്ളതിലേക്ക് കൈ നീട്ടാതെ, അവകാശമില്ലാത്ത മറ്റൊരുത്തൻ്റെ ഭാര്യയെ അവൻ മോഷ്ടിച്ചതിനെ കുറിച്ചാണ് ധനവാന്റെ ആടിലേക്കൊന്നും നോക്കാതെ ദരിദ്രൻ വില കൊടുത്ത് വാങ്ങിയ ആടിനെ പിടിച്ചു എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവഹിതമില്ലാത്ത മറ്റൊരുത്തൻ്റെ മുതലോ മറ്റൊരുത്തൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവോ മറ്റൊരുത്തൻ്റെ കയ്യിലിരിക്കുന്ന ധനമോ മറ്റൊരുത്തൻ്റെതായിട്ടുള്ള ഒന്നുമോ നാം മോഹിക്കാൻ പാടില്ല. അനുഗ്രഹത്തിന് തടസ്സം, അനുഗ്രഹത്തിന് തടസ്സം, അനുഗ്രഹത്തിന് തടസ്സം. ഗൗരവമുള്ളവരാകുക. നമ്മൾ ദൈവത്തെ അറിയുന്നവരാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെരുമഴ പെയ്യുന്ന പോലെ എല്ലായിടത്തുനിന്നും കൂടെ ഇങ്ങ് വന്ന് വീഴത്തൊന്നുമില്ല. ദൈവഹിതമുള്ളതേ നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവഹിതമുള്ളത് നമ്മുടെ കയ്യിലേക്ക് വരും. അതുകൂടെ നിങ്ങൾ ആമേൻ പറ. ദൈവഹിതമുള്ളത് നമ്മുടെ കയ്യിലേക്ക് വരും. രണ്ട് കാര്യങ്ങൾ. ദൈവഹിതമുള്ളത് നാം കൊടുക്കാതെയും ഇരിക്കരുത്, ദൈവഹിതമില്ലാത്തത് നാം എടുക്കുകയുമരുത്. ആമേൻ പറയുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവഹിതമുള്ളത് നാം കൊടുക്കാതെയും ഇരിക്കരുത്, ദൈവഹിതമില്ലാത്തത് നാം എടുക്കാതെയും ഇരിക്കരുത്. ഇവിടെ ദൈവഹിതമില്ലാത്തത് എടുത്തു, ദാവീദ് എടുത്തു. അപ്പോൾ ദാവീദിന്റെ കോപം മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. ആളെക്കുറിച്ചായി പ്രവചിക്കുന്നതെന്ന് പിടികിട്ടിയില്ല. നാഥാൻ വന്ന് ദാവീദിനോട് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന് പിടികിട്ടിയില്ല. ആരാടാ അവൻ? ഞാൻ ഈ രാജ്യത്ത് രാജാവായിട്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വൃത്തികേട് ചെയ്തോ? അവൻ മരണയോഗ്യൻ. നാഥാനെ, അവൻ എവിടെ? ഞാൻ ഇപ്പം അവനെ കൊന്നുകളയും പറഞ്ഞു. അപ്പൊ ആളെല്ലാം ഒളിച്ചു വെച്ചിരിക്കുക. ദാവീദ് ചെയ്ത തെറ്റ് ഒളിച്ചു വെച്ചേക്കുക. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. സ്ട്രെയിറ്റ് പാപത്തെ ശാസിക്കണം. ഒന്ന് പറഞ്ഞേ, പാപത്തെ. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? പാപത്തെ ശാസിക്കണം, പാപത്തെ ശാസിക്കണം. ദൈവമക്കളെ, ദൈവകാര്യത്തിൽ ഗൗരവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പാപത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനും നിങ്ങളുടെ അനോയിന്റിങ് ലെവൽ വർദ്ധിക്കുന്നതിനും നിങ്ങളെയും എന്നെയും ഒക്കെ ദൈവം യൂസ് ചെയ്യുന്നതിനും നമ്മളെയൊക്കെ കർത്താവ് അർദ്ധരാത്രിയിലാണെങ്കിൽ എടാ ഒന്ന് എഴുന്നേറ്റടാ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനും വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പാപത്തെ നാഥാൻ ദൈവകാര്യത്തിൽ ഗൗരവമുള്ളൊരു പ്രവാചകനായിരുന്നു. എനിക്കിപ്പോൾ ദാവീദ് എന്നോട് പിണങ്ങുമെന്ന് പറഞ്ഞോ, എന്നെ ഇവൻ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞോ, എൻ്റെ കൃപാവരം ഒന്നും ശോഷിക്കാൻ പോകുന്നില്ല. ഇതല്ലെങ്കിൽ മറ്റൊരിടത്ത് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യും എന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നാഥാൻ പറഞ്ഞത്. ആ മനുഷ്യൻ നീ തന്നെ ദാവീദേ, നീ ആള് കൊള്ളാലോ, നിനക്കിപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? എടാ, ഞാൻ പറഞ്ഞ ആട് നീ പാപം ചെയ്ത ആ പെൺകുട്ടി, ഞാൻ പറഞ്ഞ ദരിദ്രൻ നീ കൊന്നു കളഞ്ഞ ഊരിയാവ്, നീ ഇപ്പൊ പറഞ്ഞ മരണയോഗ്യൻ നീ, 4 ഇരട്ടി പകരം കൊടുക്കേണ്ടത് നീ നിന്റെ ഈ പട്ടണത്തിലുള്ള വേറെ ആളാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നീ തന്നെയാണ് ദൈവത്തെയും മനുഷ്യനെയും മറച്ചു വെച്ച് ആ പാപം ചെയ്തത്. പക്ഷെ ദാവീദേ, ദൈവത്തിനൊന്നും മറവല്ല. ഹല്ലേലൂയ. എൻ്റെ സഹോദര സഹോദരി, നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിലും തീയതാണെങ്കിലും മനുഷ്യർക്കേ മറവുള്ളൂ, ദൈവത്തിന് ഇതൊന്നും മറവല്ല. അല്ലേ പിന്നെ എവിടെയോ എത്രയോ കിലോമീറ്റർ ദൂരെ കിടന്ന നാഥാൻ, ഈ ലൊക്കാലിറ്റിയിലൊന്നും ഇല്ലാത്ത മനുഷ്യൻ നാഥാൻ ഇതെങ്ങനെ വന്ന് ഇവിടെ പ്രവചിച്ചു? ഹല്ലേലൂയ. പറയാണ്, ഞാൻ നിനക്ക്, ആ മനുഷ്യൻ നീ തന്നെ,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഓ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ശൗലിന്റെ വാൾമുനയ്ക്ക് തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മിലേക്കൊന്ന് നോക്കിക്കേ, അല്ലേ? എത്ര പേരുടെ പ്രവർത്തിക്കും, വാക്കിലും ആലോചനയിലും പദ്ധതിയിലും എതിർപ്പിലും ഒക്കെ നമ്മളും നമുക്കുള്ളതുമൊക്കെ കൈമോശം വരേണ്ട വർഷം കഴിഞ്ഞു, കാലം കഴിഞ്ഞു. പക്ഷെ ഈ ആണ്ടിലും ദൈവം തമ്പുരാൻ നമ്മളെ ദാവീദിനെ ശൗലിന്റെ കുന്തമുനയിൽ നിന്നും വാൾമുനയിൽ നിന്നും മനുഷ്യരുടെ ഇടയിൽ നിന്നും വിടുവിച്ചതുപോലെ എന്നെയും നിങ്ങളെയൊക്കെ കർത്താവ് പിടിച്ചും വിടുവിച്ചും നിർത്തിയിരിക്കുന്നുണ്ട് മാത്രമാണ് നിൽക്കുന്നത്. അല്ലാത്തവർ മാത്രം കമന്റ് ചെയ്യട്ടെ. അല്ല, ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടും സെക്യൂരിറ്റി ഗാർഡ് കൊണ്ടും ഞാൻ നിൽക്കുന്നതാന്നുള്ളവർ കമന്റ് ചെയ്തോ. പ്രൈസ് ഗാഡ്. ഞാൻ ദൈവത്തിന്റെ വേദന നോക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ദൈവം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവം എങ്ങനെയായിരിക്കും? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവം പാപം കാണില്ല എന്ന് ബൈബിളിൽ കിടക്കുന്ന ഒരു തല ഇങ്ങനെ തിരിച്ചു വെക്കുന്ന നമ്മുടെ വിചാരം അല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ പറയും, ഡാ, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ഞാൻ ദാവീദിന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിച്ചു. നിന്നെ ഞാൻ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യയെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. ദൈവത്തിന്റെ ആ ഒരു ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനൊരു മനുഷ്യൻ അല്ലെങ്കിൽ എങ്ങനൊരു അപ്പൻ ഒരു മകനോട് തെറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമോ, അതേ ലാംഗ്വേജിലാണ് ദൈവം സംസാരിക്കുക. എടാ, ഞാൻ നിനക്കിത് ചെയ്തില്ലേ, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തില്ലേ, നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞോ, ഞാൻ നിനക്ക് ഇന്നത് തന്നില്ലേ, പോരെങ്കിൽ ഞാൻ നിനക്ക് ഇതും കൂടെ നിന്നെ ഏൽപ്പിച്ചില്ലേ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്തേ കുഞ്ഞേ, നീ ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി വലിയവ നീ മറന്നു കളഞ്ഞ് പാപം ചെയ്തു. ബത്ശേബയുമായിട്ട് താൻ ഇടകലർന്നത് മാത്രമല്ല, അവന്റെ നിയമപരമായിട്ടുള്ള ഭർത്താവിനെ പോലും നീ കൊന്നുകളയാനും വേണ്ടി ദാവീദേ, നിന്റെ പ്രാർത്ഥിക്കുന്ന ഹൃദയം എപ്പോഴാണ് ഇത്രയും കഠിനപ്പെട്ടത്? അതുമല്ലാതെ ആരും അറിയാതെ നീ ആ കാര്യം അങ്ങ് പൂഴ്ത്തി വെച്ച് നീ നല്ല യജമാനൻ കളിച്ച് നിനക്ക് ഈ രാജധാനിയിൽ കയറിയിരിക്കാൻ എങ്ങനെ മനസ്സ് വന്നു മോനെ? എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. നമ്മൾ ആരും ഇങ്ങനെ ചെയ്തു എന്നല്ല, എന്നാൽ ഇതുമായി തത്തുല്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടോ നമ്മുടെ സമയങ്ങൾ കൊണ്ടോ നമ്മുടെ അവയവങ്ങൾ കൊണ്ടോ നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് പോലെ നമ്മെ അഭിഷേകം ചെയ്തിരിക്കവേ, നാം ദൈവസന്നിധിയിലോ മനുഷ്യന്റെ മുമ്പിലോ ഒരു തെറ്റ് ദൈവം ഇങ്ങനെ ചോദിക്കത്തക്ക നിലയിലൊരു തെറ്റ് ഒരു ഗൗരവമില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കണ്ണുകളാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കൈകളാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കാലുകളാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ മനസ്സിനാലും ഹൃദയത്താലും പ്രവൃത്തികളാലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ ദാവീദ് ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത് പോലെ, ദൈവസന്നിധിയിൽ ഒന്ന് ഉണരാൻ ദാവീദിനൊരു അവസരം ലഭിച്ചതുപോലെ, തൻ്റെ അരികിൽ ഒരു നാഥാൻ പ്രവാചകനെ ദൈവം അയച്ചതുപോലെ, നിങ്ങളുടെ അരികിൽ, നമ്മുടെ അരികിൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രവാചക സ്ഥാനത്ത് ദൈവം അയച്ചിരിക്കുകയാണ്. ഗൗരവമുള്ളവരായിരിക്കുക, ആത്മീക കാര്യങ്ങളിൽ ഗൗരവമുള്ളവരായിരിക്കുക, നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് ഗൗരവമുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് ദൈവം സമ്പത്ത് തന്നത് വെറുതെ അല്ല, ഗൗരവമുള്ളവരായിരിക്കുക. പദവി തന്നത് വെറുതെ അല്ല, മിസ്യൂസ് ചെയ്യാതിരിക്കുക, ഗൗരവമുള്ളവരായിരിക്കുക. ബന്ധങ്ങൾ തന്നത് വെറുതെ അല്ല, മിസ്യൂസ് ചെയ്യാതിരിക്കുക, ഗൗരവമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ആത്മീയർ തന്നെ ആത്മീയരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ആത്മീയർ തന്നെ ആത്മീയരെ ചൂഷണം ചെയ്യും, മിസ്യൂസ് ചെയ്യും, ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യും, പണത്തിനു വേണ്ടി അല്ലാതെയൊക്കെ. അരുത്. ദൈവം തന്നതിനെ ഗൗരവമായി, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഗൗരവമായി, ദൈവം നമുക്ക് തന്നത് എന്തിന് എന്നുള്ളത് ഗൗരവമായി, ഇതിപ്പോ എന്നെ ഏൽപ്പിച്ചത് എന്തിന് ഗൗരവമായി, എനിക്ക് ഈ അഭിഷേകം തന്നത് എന്തിന് ഗൗരവമായി ചിന്തിക്കുക. ആ ഗൗരവത്തെ കുറച്ച് കളയാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറി വരും, മനസ്സിലേക്ക് കയറി വരും, ജീവിതത്തിലേക്ക് കയറി വരും, അത് അവസരങ്ങളായിട്ട് കയറി വരും.
ജാലകങ്ങളായി തുറന്നിരിക്കും. പക്ഷെ നീ അതിന് നേരെ നോ പറയണം. പാപത്തെ നാഥാൻ ശാസിച്ചു. ദാവീദിന്റെ പാപത്തെ വേണമെങ്കിൽ വേണ്ട കർത്താവേ, നീ വേറെ ഏതെങ്കിലും രീതിയിൽ അവനൊരു അറിയിപ്പ് കൊടുത്താൽ മതി നാഥാന് പറയാം. പക്ഷേ ഗൗരവമുള്ള ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നാഥാൻ പ്രവാചകൻ ദാവീദിനെ ശാസിച്ചു. ആ മനുഷ്യൻ നീ തന്നെടാ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചിലർക്ക് വേണ്ടി ഒരു രീതിയിലും മറ്റു ചിലർക്ക് വേണ്ടി വേറൊരു രീതിയിലും ആകരുത്. എല്ലാവർക്കും ഒരു ദൈവം, എല്ലാവർക്കും ഒരു നിയമം, എല്ലാവർക്കും ഒരാരാധന. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമോര്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. പേടിക്കരുത്. ഈ വാക്യം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം അത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു ദൈവഹിതമില്ലാത്ത പ്രവൃത്തി, ദൈവഹിതമില്ലാത്തൊരു വസ്തു, ദൈവഹിതമില്ലാത്ത സമ്പത്ത്, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമില്ലാത്ത കണക്ഷൻസ്, ദൈവഹിതമില്ലാത്ത ക്യാരക്ടർ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് നിയമപരമായ സാത്താനീയ വാൾ എപ്പോഴും അവൻ്റെ ഗൃഹത്തെയോ അവനെയോ ചുറ്റിക്കൊണ്ടേയിരിക്കും. ദിസ് ഇസ് ദ മീനിങ്. ഇത് ദൈവം വാളെ അങ്ങോട്ട് ചെല്ലുന്നു പറഞ്ഞതല്ല. ഇത് മറ്റവൻ്റെ സ്പിരിച്വൽ കൺസെന്റ് ആണത്. അതൊരു സ്പിരിച്വൽ കൺസെന്റ് ആണ്. ഹിത്യനായ ഊരിയാവിനെ കൊന്ന നിയമപരമായ ആ മനുഷ്യന്റെ ഉണ്ടായിരുന്ന ഭാര്യയും ഈ ദാവീദ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മാലാഖമാര് വന്ന് സ്തുതി പാടണോ? പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇവിടെ ഉപവസിക്കുന്നവനാ ദാവീദ് പറഞ്ഞ കാര്യമുണ്ടോ? ഞാൻ പള്ളിയിലെ പാസ്റ്ററാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ദിവസം 3 നേരം ഇടപെടാതെ ദൈവസന്നിധിയിൽ ആർക്ക് വേണം? നീ ആരെ കാണിക്കാനാ? ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് വൃത്തിയുണ്ടാകണം. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. അതാ പറഞ്ഞേ, ദാവീദ് നീ ആൾ കൊള്ളാലോടെ, നിനക്ക് ഞാൻ എന്തൊക്കെ തന്നു, നിനക്ക് ഞാൻ എന്തെല്ലാം ഏൽപ്പിച്ചു, നിനക്ക് പോരായെങ്കിൽ ഞാൻ ഇനിയും തരുമായിരുന്നു, പക്ഷെ നീ എന്നോട് ചോദിച്ചില്ല. പക്ഷെ പകരം നീ നിന്റെ സ്വന്തം വഴി തിരഞ്ഞെടുത്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം വഴി, ദൈവഹിതമില്ലാതെ സ്വന്തം വഴി തിരഞ്ഞെടുത്തിട്ട് വേദനിക്കുന്ന ആരെങ്കിലും നീ മീറ്റിങ്ങിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ദൈവഹിതമുള്ളതിലേക്ക് കൈനീട്ടേണ്ട നീ ദൈവഹിതമില്ലാത്തതിലേക്ക് കൈനീട്ടിയെങ്കിൽ, ദൈവഹിതമുള്ളതിലേക്ക് നോക്കേണ്ട നീ ദൈവഹിതമില്ലാത്തതിലേക്ക് നോക്കിയെങ്കിൽ, ദൈവഹിതമുള്ളത് ആസ്വദിക്കേണ്ട നീ ദൈവഹിതമല്ലാത്തത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിന്നെ ദൈവം സ്നേഹിക്കുന്നു. കാരണം ഇത് നാഥാൻ്റെ ഒരറിയിപ്പാണ്. ശ്രദ്ധിക്കുക, വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടു മാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. മൈ ഗോഡ്, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്തെ തന്നെ നിന്റെ ഭാര്യയോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെ കാണുകെ സൂര്യന്റെ വെട്ടത്തെ തന്നെ നടത്തും. ദാവീദ് നാഥാനോട്, എനിക്ക് വേണ്ടത് ഈ വാക്കാണ്. ദാവീദ് നാഥാനോട്. ഇത്രയും കേട്ടപ്പോൾ ആള് നിന്ന് വീർത്തു. ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ സ്നേഹം പോലെ തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അത്രയും ദൈവത്തിന്റെ കോപം ഇല്ല. എന്നാൽ ദൈവത്തിന്റെ കോപവും സത്യമാണ്, ദൈവത്തിന്റെ സ്നേഹവും സത്യമാണ്. കാരണം ദാവീദ് രഹസ്യത്തിൽ ചെയ്തു. മക്കളെ, നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്നതിന് പരസ്യമായിട്ടുള്ള ശിക്ഷാവിധിയുണ്ട്. ബൈബിൾ പറയുന്നതാണ്. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന വാക്യം നമ്മുടെ സൗകര്യാർത്ഥം നമ്മളെടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി, നമ്മൾ ഇടങ്കൈ അറിയാതെ നമ്മൾ വലങ്കൈ കൊണ്ടൊരു നന്മ ചെയ്യുന്ന ആ രഹസ്യ പ്രവൃത്തിക്ക് പോലും നിനക്ക് പ്രതിഫലമുണ്ട്. നീ നന്മ ചെയ്താൽ നിനക്ക് നന്മയുണ്ടാകും. തിന്മ ചെയ്താൽ നമ്മൾ തിന്മയുടെ പരിണിത ഫലം അനുഭവിച്ചേ പറ്റൂ. ബൈബിൾ പറയുന്നു, നീ രഹസ്യത്തിൽ ചെയ്തു, പക്ഷെ ഞാനിത് പരസ്യത്തിൽ ചെയ്യും. ദാവീദേ. ഇത്രയും കേട്ടപ്പോൾ ദാവീദ് ആകെ മൊത്തം വിറങ്ങലിച്ച് വിയർത്തു. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഈ ഒരൊറ്റ വാക്ക് മതി സ്പിരിച്വൽ റിസ്റ്റോറേഷൻ നടക്കാൻ. നിങ്ങൾ
നിങ്ങളുടെ സകല അനുഗ്രഹങ്ങളും തടയപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണെങ്കിൽ, അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ, അത് മുഴുവൻ റിലീസാകാൻ ഈ ഒരൊറ്റ വാക്കും ഈ ഒരൊറ്റ സബ്മിഷനും മതി. പപ്പ, ഞാൻ നിന്നോട് പാപം ചെയ്തു. ദൈവകാര്യത്തിൽ ഗൗരവമുള്ളൊരു വ്യക്തി പാപത്തെ ശാസിക്കും. അവൻ്റെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞാൽ അവൻ തിരിച്ച് ഒരു റീഅലൈൻമെൻറ്റിലേക്ക് വരും. ദാവീദ് വന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ദൈവത്തിനൊരു നിമിഷം മതി. യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കും. വായി, കാരണം ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തു. മതി, ഒരൊറ്റ വാക്കിൽ പറഞ്ഞു, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. പക്ഷേ എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം എന്തുകൊണ്ട് ദാവീദിനോട് ഇത്രയും വേദനിച്ചു എന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക്, പാപം മറച്ചു വെച്ചു എന്നുള്ളതാണ്. 2, യഹോവയുടെ ശത്രുക്കൾ, അത് ദാവീദിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. യഹോവയുടെ ശത്രുക്കൾ ദാവീദിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ദൂഷണം പറവാൻ സംഗതി വന്നു. നമ്മുടെ ഒരു പ്രവൃത്തി മറ്റൊരു വ്യക്തിയെ കൊണ്ട് നന്മ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം. നമ്മുടെ ഒരു വാക്ക് കേട്ടിട്ട് മറ്റൊരു വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുത്താൽ അത് മഹത്വം. നമ്മളൊക്കെ ആണെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിച്ചേനെ, പക്ഷെ പുള്ളി ആ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അല്ലേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം. ഇവനൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നും പറയുന്നു, എന്തുവാടെ ഈ വായിൽ നിന്ന് മെഷീൻ കണ്ണിൽ നിന്ന് ഉണ്ട തള്ളുന്ന പോലെ തള്ളുന്നത്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന വാ കൊണ്ട് പറയാൻ പറ്റുന്നു എന്ന് ഒരുത്തൻ എങ്ങാനും പറഞ്ഞു പോയാൽ നിങ്ങൾ നിമിത്തം ദൈവനാമത്തിന് കേട്. അങ്ങനെ പറയുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്ന വാ കൊണ്ട് തന്നെ, അന്യഭാഷ പറയുന്ന വാ കൊണ്ട് തന്നെ അന്യായ ഭാഷ പറയുന്നവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരുടെ വായിൽ ദൈവം ശുദ്ധീകരണത്തിന്റെ തീ അയക്കട്ടെ. യഹോവയുടെ ശത്രുക്കൾ നിന്റെ ഈ പ്രവൃത്തി, നീ രഹസ്യത്തിൽ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് ദൂഷണം പറവാൻ ഹേതു ആയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. ഊരിയാവിൻ്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു. അവൻ്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിപ്പാൻ ഉത്സാഹിച്ച് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സിലായില്ല, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. പക്ഷെ ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു, കുഞ്ഞ് മരിച്ചുപോയി. കാരണം അത് വരാൻ പാടില്ലാത്തതായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ കയ്യിലേക്ക് വരേണ്ടത് ദൈവഹിതമുള്ളതായിരിക്കണം. പാപത്തിൽ ജനിച്ചൊരു കുഞ്ഞല്ല ഒരിക്കലും ദാവീദിന്റെ കൈകളിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് യഹോവ അതിനെ ബാധിച്ചത്. എന്നാൽ ദാവീദിനെ ദൈവം നശിപ്പിച്ച് കളയാത്തതിന്റെ കാരണം ദൈവസന്നിധിയിൽ താൻ തെറ്റുകൾ കൺഫസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുന്നത്, ദൈവത്തിന്റെ കോപം തന്നെ നമ്മുടെ മേൽ നിൽക്കുന്നത്, യഹോവയുടെ ശത്രുക്കൾ, അത് പൈശാചിക രാജ്യമാണെങ്കിൽ പോലും നമ്മുടെ മേൽ ബാധിക്കുന്നത്, ഇതെല്ലാം എവിടെയൊക്കെയോ ഒരു സ്പിരിച്വൽ റീ അലൈൻമെന്റ് നടത്തിയതിലുള്ള പിശകായിരിക്കാം. ഇന്നത്തെ ഈ വചനം നമ്മെ ചിന്തിപ്പിക്കുന്നത്, ദൈവഹിതമുള്ളത് നമ്മുടെ കൈകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ദൈവഹിതമുള്ളത് നമ്മുടെ കൈവിട്ട് പോകരുത് എന്നുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് അകലരുത് എന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നാം വിശ്വസ്തരും ദൈവം നമുക്ക് വിശ്വസ്തനുമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ, നാം വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും കൊണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ, ഒരു ദൈവിക കാര്യങ്ങളിൽ ഒരു ഗൗരവം നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. രാജാവായ ദാവീദിനില്ലാത്ത ഗൗരവം പ്രവാചകനായ നാഥാൻ ഉണ്ടായിരുന്നത് പോലെ, പാപത്തെ പാപമെന്ന് തന്നെ പറയാൻ, തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയാൻ, ഇല്ലീഗലായിട്ടുള്ളതിനെ ഇല്ലീഗൽ എന്ന് തന്നെ പറയാൻ, കൊള്ളാത്തതിനെ കൊള്ളത്തില്ലെന്ന് തന്നെ പറയാൻ, നല്ലതിനെ നല്ലത് എന്ന് അംഗീകരിക്കാൻ ഒരു ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ നന്മ വരണമെങ്കിൽ നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം. നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ കൈകൾ വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യണം. ദൈവകാര്യങ്ങളിൽ ഗൗരവമുള്ളവരായിരിക്കണം. ഒന്ന് പറഞ്ഞ്, ഇന്നു മുതൽ ഞാൻ ദൈവകാര്യത്തിൽ ഗൗരവമുള്ളൊരു വ്യക്തിയായിരിക്കും. എല്ലാ ആബ്സെൻറ്റ് മൈൻഡ്സ്, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഗൗരവമുള്ളവരാണ്, ബുദ്ധിയുള്ള, നമ്മൾ എഴുതിയൊക്കെ വെച്ച് കാര്യങ്ങൾ ചെയ്തു കളയും, മറക്കാതിരിക്കാൻ. പക്ഷെ ദൈവകാര്യങ്ങൾ, ദൈവത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാറുണ്ട്.
നമ്മൾ അല്ലെങ്കിൽ ചെയ്യാറില്ല, അറിയാമെങ്കിലും മനഃപൂർവ്വമായിട്ട് ചെയ്യാറില്ല. നമ്മൾ മാറ്റിവെക്കാറാണ് പതിവ്. വരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവകാര്യങ്ങളിൽ ഗൗരവമുള്ളവർ, നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ചുമതല കൊടുത്താൽ, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വെച്ചാൽ, പാസ്റ്റർ സ്റ്റെപ്പ് വെച്ചില്ലേലും ദൈവം തമ്പുരാൻ സ്റ്റെപ്പ് വെക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ സ്റ്റെപ്പ് വെക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അനാസ്ഥകളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഒരു ദൈവിക ഗൗരവം ദൈവകാര്യങ്ങളിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് മാത്രം കാണരുത്. എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിനെ നിങ്ങൾ അങ്ങനെ കാണരുത്. ഇതിനകത്തൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഡിവൈൻ പ്രസൻസും ദൈവം സ്റ്റഫ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ നിൽക്കുന്ന ഈ ആലയത്തോട്, നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്പിരിച്വൽ മീറ്റിംഗ്, ഈ സ്പിരിച്വൽ സ്പേസിനോട് നിങ്ങൾ ഗൗരവമുള്ളൊരു വ്യക്തിയാകണം. നിങ്ങൾ ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാകണം. നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനോട് നിങ്ങളൊരു സ്നേഹമുള്ളൊരു വ്യക്തിയാകണം, ഗൗരവമുള്ളൊരു വ്യക്തിയാകണം. നിങ്ങളെ അഭിഷേകം ചെയ്ത ദൈവത്തോട് നിങ്ങൾ ഗൗരവമുള്ളൊരു വ്യക്തിയായിരിക്കണം. നിങ്ങളെ ദാവീദിനോട് പറഞ്ഞ കാര്യം ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. ഇത്രയും ബ്ലെസ്സിങ്സ് നിനക്ക് ഞാൻ പല വഴിയിലൂടെ നിന്നിലേക്ക് എത്തിച്ചിട്ടും എന്തേ ദാവീദേ, നീ ഒരു ഒറ്റ തിന്മയ്ക്ക് വേണ്ടി മറ്റെല്ലാം ഞാൻ തന്ന നന്മകളെ നീ മറന്നു കളഞ്ഞു. ഗൗരവമുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ഗൗരവമുള്ളൊരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. അതാരോ ആകട്ടെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തോട് ഗൗരവമുള്ള വ്യക്തിയായിരിക്കണം. ദൈവം വലിയ പാണ്ഡം കാര്യങ്ങൾക്കല്ല ദൈവം പ്രസാദിക്കുന്നത്, ചെറിയ 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 കാര്യങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഞാൻ അതാ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത്, ഒരു ക്രൂസൈഡ് 10 ലക്ഷം രൂപ, ഒരു ക്രൂസൈഡ് നടത്തിക്ക് 10 ലക്ഷം രൂപ ഇപ്പം കൊടുക്കായിരുന്നു ഒരു ക്രൂസൈഡിന് വേണ്ടി. ഇതെന്തിനാ? ദൈവനാമം മഹത്വപ്പെടുമല്ലോ. മോനെ, നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് 10 രൂപ ഇല്ലാത്തതുകൊണ്ട് ചായ കുടിക്കാതെ അവൻ അവിടെ വായി നോക്കി നിൽക്കുവാണെങ്കിൽ, അവനെ അറിഞ്ഞ് അവൻ്റെയൊക്കെ പോക്കറ്റിൽ 10 രൂപ വെച്ച് കൊടുത്താൽ നീ 10 ലക്ഷം രൂപ കൊടുക്കുന്നതിനേക്കാൾ വലിയ മഹത്വവും മാനവും ദൈവം നിനക്ക് തരും. എനിക്ക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് പേരെ അറിയാം ദൈവമക്കളെ. ഞാനൊരു സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ ഒരു ദിവസം കാണുന്ന മനുഷ്യനെ. എനിക്ക് പല ടൈപ്പ് സ്വഭാവത്തിലുള്ള ആൾക്കാരെ അറിയാം. എൻ്റെ പ്രായമൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ് ഈ എക്സാം കഴിഞ്ഞ് വീട്ടിലും എല്ലാ പിള്ളേരും വെക്കേഷന് വീട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയം അടുത്ത ദിവസം ജോലിക്കിറങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. 5ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് പിള്ളേർ വീട്ടിൽ കളിക്കാൻ നിൽക്കുന്ന സമയം വീട്ടിലത്തെ ബുദ്ധിമുട്ട് കൊണ്ട് ജോലിക്കിറങ്ങിയൊരു മനുഷ്യനാണ് ഞാൻ. എങ്ങനെ ജോലിക്കിറങ്ങി? ഒരു ടെലിഫോൺ ഡയറക്ടറി കൊണ്ട് കൊടുത്താൽ എനിക്ക് ഒരു വിസിറ്റിംഗ് കാർഡിന് എനിക്ക് 60 പൈസ വെച്ച് കിട്ടും. ഒരു വിസിറ്റിംഗ് കാർഡിന് 60 പൈസ. അങ്ങനെ എൻ്റെ ആദ്യത്തെ അധ്വാന ബലം എന്ന് പറയുന്നത് 80 രൂപയാണ് എൻ്റെ കൂലി. അന്ന് മുതൽ ഞാൻ മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യരുടെ മനസ്സും മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് പല ടൈപ്പ് ആൾക്കാരെ അറിയാം. ഇന്നും ഞാൻ പൊതുസമൂഹത്തിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. എനിക്ക് ആത്മീയരെന്ന് പറയുന്നവരെ അറിയാം, അല്ലാത്തവരെ അറിയാം, എനിക്ക് ജാതികളായിട്ടുള്ള മനുഷ്യരെ അറിയാം, അവരിലുള്ള നല്ലവരെയും എനിക്കറിയാം. നല്ല മനസ്സും മനസാക്ഷിയും ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ ഉള്ളിൽ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും മനസാക്ഷിയുള്ളവരെയും എനിക്കറിയാം. പ്രൈസ് ദ ലോർഡ്. അവരുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവനെ നമ്മൾ പറയുന്നത്, ഇന്നാ മരിച്ചാ ഞാൻ നാളെ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. അങ്ങനെയൊന്നും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ല. അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ഗൗരവമുള്ളവരായിരിക്കുക. ആത്മീയ കാര്യങ്ങളിൽ ഗൗരവമുള്ളവരായിരിക്കുക. ദൈവവചനത്തിനകത്ത് ഗൗരവമുള്ളവരായിരിക്കുക. ദൈവകാര്യങ്ങൾക്കകത്ത് ഗൗരവം. അതിനകത്ത് സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ മതി. അതിനകത്ത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. ആ ദൈവത്തിൻ്റെ വചനം മായമില്ലാതെ മനുഷ്യൻ്റെ സൗകര്യാർത്ഥം വളച്ചൊടിച്ച് കുത്തി തിരികെ വെച്ചിട്ട് നിൽക്കുന്നവർ വേണ്ട. അത് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ട് നിൽക്കുന്നവർ നിന്നാൽ മതി. അങ്ങനെയുള്ളവർ മതി. അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് മതി. അങ്ങനെയുള്ളവരുടെ ഓഫറിങ് മതി. അങ്ങനെയുള്ളവരുടെ ടൈത്ത് മതി. അങ്ങനെയുള്ള ചിലതിൻ്റെ പ്രാർത്ഥന മതി. അങ്ങനെ കാണുക. ദൈവം നമ്മളെ വളർത്തും, ദൈവം മാനിക്കും, ദൈവം ഉയർത്തും,
ദൈവം പറഞ്ഞൊരൊറ്റ വാക്കുപോലും തമ്പുരാൻ മാറ്റത്തില്ല. ദാവീദിനോട് പറഞ്ഞ ഒന്നും മാറ്റിയില്ല. ശൗലിൻ്റെ എന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു, രക്ഷിച്ചു. പാപം പൊറുപ്പിക്കൂ എന്ന് പറഞ്ഞു, പൊറുപ്പിച്ചു. ക്രിസ്തു വരുമെന്ന് പറഞ്ഞു, വന്നു. അവൻ മനുഷ്യന് വേണ്ടി മരിക്കൂ എന്ന് പറഞ്ഞു, മരിച്ചു. അടക്കപ്പെടും എന്ന് പറഞ്ഞു, അടക്കപ്പെടും. 3-ാം നാളെന്ന് പറഞ്ഞു, 3.5 നാളായില്ല. 3-ാം നാൾ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞു, 3.5 നാളായില്ല. കറക്റ്റ് 3-ാം നാൾ ആയപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉയർപ്പിച്ചു. ഇനി വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് വരും, അത് വന്നിരിക്കും. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുമെന്ന് പറഞ്ഞു, അത് ചേർക്കും, ചേർത്തിരിക്കും. യുഗായുഗങ്ങളോടും കർത്താവിനോടുകൂടെ വാഴുമെന്ന് പറഞ്ഞു, വാണിരിക്കും. ഇന്ന് വരെ ഒരു കാര്യത്തിന് ഇതുവരെ തെറ്റും കുറ്റവും സംഭവിച്ചിട്ടില്ല, മേലാൽ സംഭവിക്കാനും പോകുന്നില്ല. കാരണം ബൈബിൾ സത്യമാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ ദൈവത്തെ സ്നേഹിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവം അങ്ങനെ സെൻസിറ്റീവാണ്. നമ്മിൽ നിന്ന് നല്ല കാര്യങ്ങൾ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ ദൈവപ്രസാദം, ദൈവസാന്നിധ്യം എന്നോ മക്കളെ, ദൈവത്തിന് പ്രസാദം വരുമ്പോഴേ ദൈവസാന്നിധ്യം ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, നല്ല ദൈവസാന്നിധ്യമുണ്ട്. നല്ല ദൈവസാന്നിധ്യം ഇല്ലാതെ ഞാൻ ഇതിന് മുന്നേ ആശീർവാദം പറയണം. ഇതിൻ്റെ മെസ്സേജ് 20 മിനിറ്റ് മുന്നോട്ട് പോയിരിക്കുക. ഞാൻ പോലും പിന്നെ ക്ലോക്ക് നോക്കിയിട്ടില്ല. ഞാനിവിടെ 20 മിനിറ്റ് സ്പിരിച്വൽ ഫ്ലോയ്ക്കകത്ത് കൂടുതൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. വേണ്ട മക്കൾ ഇതിനകത്തുണ്ട്, വേണ്ട മക്കൾ ഇതിനകത്തുണ്ട്. ഞാൻ അവരെ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു ആ നിലയിൽ, അപ്പാ എനിക്ക് ഒന്ന് റീ അലൈൻമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു റീ അലൈൻ പ്രോസസ് ഇതിലൊന്ന് ചെയ്യണം. കർത്താവേ, ഈ പറയുന്നതിനകത്തുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കാത്ത എന്തെങ്കിലുമൊക്കെ കുറവുകൾ എന്നിലുണ്ടെങ്കിൽ, ദൈവം എന്നോട് ഏതെങ്കിലും വചനം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഞാനത് മനസ്സിലാക്കുന്നതിൽ താല്പര്യക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നോട് സംസാരിക്കണം പപ്പ എന്നൊന്ന് പറഞ്ഞേ. നമ്മൾ ആരും ദാവീദ് ചെയ്ത പോലെ ഒരു പാപവും ചെയ്തില്ല. എന്നാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടാണോ നമ്മളൊരു സ്പിരിച്വൽ അപ്ഡേഷൻ നടക്കാത്ത, ഒരു ഓപ്പണിംഗ് നടക്കാത്ത എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ അതിനകത്തൊരു ദൈവിക മാനം വെളിപ്പെടും. കർത്താവ് നിങ്ങളെ സഹായിക്കും. നിന്റെ ഗൃഹത്തെ വാള് വിട്ടുമാറും, നിന്റെ തലമുറകളെ വാള് വിട്ടുമാറും, ഗൃഹത്തെ വാള് വിട്ടുമാറും, തലമുറകളെ വാള് വിട്ടുമാറും. റബദഗഡഗ ശബ്ദൽ നിങ്ങളെ വാള് വിട്ടുമാറും, നമ്മെ വാള് വിട്ടുമാറും, നിന്റെ ഉപജീവന മാർഗത്തിനെ വാള് വിട്ടുമാറും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കും. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കും. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു അവർ മാത്രം പ്രാർത്ഥിക്കട്ടെ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു അവർ മാത്രം പ്രാർത്ഥിക്കട്ടെ. ഓ, ഇന്ന് ഗൃഹത്തെ വാള് വിട്ടു മാറും. ഇന്ന് ഉപജീവന മാർഗത്തെ വാള് വിട്ടു മാറും. ശുശ്രൂഷയെ വാള് വിട്ടു മാറും. ഓ റാമാസിയാഥേരി ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിനുള്ള എല്ലാ പ്രോസസ്സും പരിശുദ്ധാത്മാവ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ചിലതിന്റെ ഗൃഹത്തെ തിരിച്ചു പിടിക്കാൻ, ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ചിലതിന്റെ ഗൃഹത്തിന്റെ ഐശ്വര്യം തിരിച്ചു പിടിക്കാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ ഗൃഹത്തിന്റെ അനുഗ്രഹം തിരിച്ചു പിടിക്കാൻ ദൈവസന്നിധിയിൽ റിയലൈൻ ചെയ്യുന്ന ചില മക്കൾ ഇതിനകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വരെ ഗൃഹത്തെ ചുറ്റിത്തിരിഞ്ഞു നിൽക്കുന്ന എല്ലാ വാളുകളും, ഇതുവരെ ഗൃഹത്തെ ചുറ്റിത്തിരിഞ്ഞു നിൽക്കുന്ന ബാധകൾ, ഇതുവരെ ഗൃഹത്തെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന പൈശാചിക വൃന്ദങ്ങൾ നസറയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. ഓ, come on, pray. In the name of Jesus. മഹത്വം ഇതിനകത്ത് കത്തട്ടെ. ദൈവ മഹത്വം ഇതിനകത്ത് കത്തട്ടെ. അഭിഷേകത്തിനകത്ത് വന്ന ചോർച്ചകൾ, അഭിഷേകത്തിനകത്ത് വന്ന വീഴ്ചകൾ, അഭിഷേകത്തിനകത്ത് വന്ന കുറവുകൾ ഇന്നത്തെ ദിവസം കറക്റ്റ് ചെയ്യപ്പെടട്ടെ. റീഫിൽ ചെയ്യപ്പെടട്ടെ. ഒരാത്മീയ ഗൗരവം, പണ്ടത്തെക്കാൾ ഒരു ചുറുചുറുക്ക്, പണ്ടത്തെക്കാളും ഒരു ഗൗരവം, ഇതുവരെ ഇല്ലാത്തൊരു ആത്മീയ ഗൗരവം എന്റെ ദൈവിക കാര്യങ്ങളോട്, ശുശ്രൂഷകളോട്, ആത്മീയ ജീവിതത്തോട്, പ്രാർത്ഥനയോട്, ദൈവം തന്ന എല്ലാറ്റിനോടും പിതാവേ, ദൈവസന്നിധിയിൽ ഓരോരുത്തരെയും ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ സൂമിലും യൂട്യൂബിലുമായി ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ മക്കളെ
കർത്താവെ ഏൽപ്പിക്കുകയാണ്. അടിയനെ കുടുംബമായി ദൈവസന്നിധിയിൽ വെച്ചു തരുന്നു. അറിഞ്ഞും അറിയാതെയുമായി ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാത്ത ഏതെങ്കിലും ഒന്ന് മറഞ്ഞു കിടക്കുന്നെങ്കിൽ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അത് തുറക്കുകയാണ്. അതിനാൽ തടയപ്പെട്ട എല്ലാ നന്മകളും റിലീസാകട്ടെ. കർത്താവെ, ഞങ്ങളെ അവിടുത്തെ മഹത്വം കൊണ്ട് മൂടണം, നിറയ്ക്കണം. ദൈവസന്നിധിയിൽ ഞങ്ങളെ ഒരു കത്തുന്ന ധൂപം പോലെ ആക്കി തീർക്കണം. ഞങ്ങൾ ഉപയോഗിക്കണം. ഈ മീറ്റിംഗിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നവും പ്രതിസന്ധിയും യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേലൊരു നീക്കുപോക്ക് വരട്ടെ. ഇന്ന് വരെ ഇല്ലാത്തൊരു ആത്മീയ ഗൗരവം, ഇന്ന് വരെ ഇല്ലാത്തൊരു ആത്മീയ ശുഷ്കാന്തി, ആദ്യ സ്നേഹം ഇവരിലേക്ക് മടങ്ങി വന്ന് ഇവർ ദൈവത്തിനും മനുഷ്യനും പ്രസാദകരമായി കൊള്ളാമെന്നുള്ളവരായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ഈ മീറ്റിംഗിന്, ഈ മെസ്സേജിന് ഒരു ലൈക്ക് കൊടുത്ത് ഈ സന്ദേശം നിങ്ങൾക്ക് എത്ര പേർക്ക് മാക്സിമം അയക്കാൻ പറ്റുമോ അത്രയും പേർക്ക് നിങ്ങൾ മാക്സിമം അയക്കുക. ജനം ഉണരട്ടെ. ഇന്ത്യയിലൊരു റിവൈവലുണ്ട്, അത് സംഭവിക്കട്ടെ. ദൈവം അതിനെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അതിന് ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ വിശദീകരണവും വിശദ വിവരങ്ങളും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും രാവിലെ 6:30 നമുക്കൊരു ഷോർട്ട് മെസ്സേജാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഷോർട്ട് മെസ്സേജ് മോർണിംഗ് മെസ്സേജ് ആയിട്ടും ഈവനിങ് 6:30 നമ്മുടെ ഈവനിങ് സർവീസും നടത്തി വരുന്നു. നമുക്ക് രാവിലത്തെ മീറ്റിംഗ് യൂട്യൂബിൽ മാത്രവും വൈകുന്നേരത്തെ മീറ്റിംഗ് യൂട്യൂബിലും സൂമിലുമായിട്ടാണ് നടത്തി വരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളിവിടെ വാട്സാപ്പിൽ സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പിൽ അയക്കാം. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ വിശദീകരണങ്ങളോ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള വിശദാംശങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇതേ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാലും കിട്ടും, പക്ഷേ എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. ലഭ്യമാകുന്ന സമയത്താണ് കോൾസ് എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അല്ലാത്ത എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും വാട്സാപ്പിൽ വരുന്നത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ അത് പ്രാർത്ഥിക്കുന്നുണ്ട്. പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത്രമാത്രം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ചില കാലതാമസങ്ങളൊക്കെ വരുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവരോട് ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയുമെങ്കിൽ അറിയിക്കുക. ഒത്തിരി സ്പെഷ്യൽ മീറ്റിംഗ്സ് ഈ പ്ലാറ്റ്ഫോമിൽ വെക്കാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആയാൽ ഞങ്ങൾ ഇതിനകത്ത് നടക്കുന്ന ടങ്സ് പ്രെയർ, സ്പെഷ്യൽ മീറ്റിംഗ്സ്, ഫാസ്റ്റിംഗ് പ്രെയർ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുന്നതായിരിക്കും. കർത്താവാം ദൈവം നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് ബി വിത്ത് യു.